റോഡിൽ ഓടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് റോഡ് റണ്ണിങ്ങിനെ പറ്റി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. സോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം, രാത്രി ഞാൻ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറേ പേര് റോഡിൽ ഓടുന്ന കാണുന്നുണ്ട്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം ട്രിവാൻഡ്രത്ത് ഇതിന് മുന്നേ കാണാത്ത ഒത്തിരി റണ്ണേഴ്സ് പുതിയതായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിക് സൈനാണത്. അതെപ്പോഴും നല്ലതാണ്. ഒരു റണ്ണിങ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ഗോൾ എന്നുള്ള ആളെന്ന നിലയ്ക്ക് അത് വളരെ നല്ലതാണ്. ഞാൻ എൻകറേജ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ ഒരുപാട് പേര് ഞാൻ ചെയ്യുന്ന കണ്ടത് ട്രാഫിക് പോണ അതേ ഡയറക്ഷനിൽ തന്നെ ഓടുന്നതാണ്, പ്രത്യേകിച്ച് രാത്രി. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ട്രാഫിക് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ട്രിവാൻഡ്രം മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇപ്പോൾ നല്ല ട്രാഫിക്കാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള ദിവസം നല്ല ട്രാഫിക് ആയിരിക്കും. അതിൻ്റെ കൂടെ കുറേ അടുത്ത് വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ സൈഡ് മാറേണ്ടി വരും. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഓടുമ്പോൾ ട്രാഫിക്കിൻ്റെ സെയിം ഡയറക്ഷനിൽ ഓടാതിരിക്കുക. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഓടുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ഓടുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്നൊന്ന് സൈഡിലോട്ടാവുന്നത്. നിങ്ങൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കണം എന്നില്ല, ബാക്കിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ടാവും. പിന്നെ എല്ലാ വണ്ടികൾക്കും ലൈറ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ലൈറ്റൊക്കെ ഇല്ലാതെ ഒരുപാട് പേര് ഓടുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ പല കാറുകാരുൾപ്പെടെ ലൈറ്റ് ഇല്ലാതെയൊക്കെ ഓടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വന്നതിന് ശേഷം പല വണ്ടികൾ ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ചില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ആയിരിക്കും. അപ്പോൾ ചിലതിൽ ലൈറ്റ് കാണത്തില്ല. നമ്മൾ ഡ്രൈവിംഗ് സീറ്റ്, ഞാൻ കാറൊക്കെ ഓടിക്കുമ്പോൾ പോലും എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്. ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് പോലും വരത്തില്ല. നിങ്ങൾ ഓടുമ്പോൾ എപ്പോഴും ട്രാഫിക്കിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ ചെയ്യുമ്പം ട്രാഫിക്കിൻ്റെ ഓപ്പോസിറ്റ് മാത്രം ഓടാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ചെറിയ റോഡൊക്കെ ആണെങ്കിൽ. കാരണം കാറൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ജീവൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ റിസ്ക് എടുത്ത് ഓടാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ രാത്രിയാണ് ഓടുന്നതെങ്കിൽ. രാവിലെ ആണെങ്കിൽ ഒരു പരിധി വരെ ഒന്നില്ലെങ്കിലും വെളിച്ചം ഉണ്ടെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് രാവിലെ ഇല്ല, ഇപ്പോൾ 5 മണിക്കൊക്കെ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി വണ്ടികൾ കുറവായിരിക്കും, അത് കുറച്ചും കൂടെ സേഫാണ്. പക്ഷേ രാത്രി, അതും പ്രത്യേകിച്ച് ഈ പീക്ക് അവേഴ്സിലൊക്കെയാണ് ഞാൻ കൂടുതലും ആളുകൾ ഓടുന്നത് കാണുന്നത്. അതായത് ഒരു 7 മണി, 8 മണി, 9 മണി റേഞ്ചിലൊക്കെ ഒത്തിരി പേര് ഓടുന്ന റോഡിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയണത് നല്ലതാണ്. പക്ഷേ അതിലിങ്ങനെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് പലരും നോട്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ രാത്രിയാണ് റൺ ചെയ്യുന്നതെങ്കിൽ ട്രാഫിക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓടുക. അതായത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ പറ്റണം. ബാക്കിൽ നിന്ന് നമുക്ക് ഒരിക്കലും ബാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഡെയിലി ഓടുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോൾ ട്രാക്കിൽ ഓടുമ്പോൾ പോലും നമ്മുടെ ബാക്കിൽ ഒരാൾ ഓടി വരുന്നത് നമുക്ക് സൗണ്ട് കേട്ടാൽ അറിയാം ബാക്കിലുണ്ടെന്ന്. പക്ഷേ അയാൾ എത്ര ദൂരെയാണെന്നോ അയാളെപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വണ്ടികളുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ റൺ സേഫ്, കീപ് റണ്ണിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.